2016 ഇറങ്ങിയ ഡെന്നീസ് വില്ലിനുവെ സംവിധാനം ചെയ്ത അറൈവൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സയൻസ് ഫിക്ഷൻ സിനിമകളിലൊന്നാണിത്. സയൻസ് ആശയങ്ങളെ വ്യത്യസ്തമായി ഉപയോഗിച്ചു എന്നതോടൊപ്പം തന്നെ സമയം, ഭാഷ, സ്നേഹം, ജീവിതം എന്നിവയെക്കുറിച്ച് നിങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു അസാധാരണ അനുഭവം കൂടിയാണ് അറൈവൽ. ഇന്ന് അറൈവൽ സിനിമയുടെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷനാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയുടെ കഥ പറയുന്നതോടൊപ്പം അതിലെ സയൻസ് ആശയങ്ങളെ ഡീറ്റെയിൽ ആയി പറയുക കൂടിയാണ് ചെയ്യുന്നത്. സിമ്പിളാക്കാൻ കഴിയുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. സിനിമയുടെ കഥ വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞു തുടങ്ങാം. ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ലോകത്തിൻ്റെ 12 വ്യത്യസ്ത ഭാഗങ്ങളിൽ ഭീമാകാരമായ ലെൻസ് ആകൃതിയിലുള്ള 12 ബഹിരാകാശ വാഹനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവയെ പിന്നീട് എല്ലാവരും ഷെൽസ് എന്നാണ് വിളിക്കുക. ഈ പേടകങ്ങൾ നിലത്തിറങ്ങുന്നില്ല, ആരെയും ആക്രമിക്കുന്നുമില്ല. ഇതെല്ലാം വന്നത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലാകുന്നുമില്ല. ഈ പേടകങ്ങൾ യാതൊരു വിധത്തിലുമുള്ള സിഗ്നലുകളോ ഒന്നും തന്നെ പുറത്തു വിടുന്നുമില്ല. ആകെ മൊത്തം ഒരു നിശബ്ദത മാത്രം. ഈ നിശബ്ദത മനുഷ്യരെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. കാരണം ഒന്നും അറിയാത്ത സാഹചര്യത്തിൽ ഓരോ രാജ്യവും അവരുടേതായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എന്തോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്നു, ഏലിയൻ ആക്രമണം വരുന്നു എന്നൊക്കെ കരുതുവാൻ തുടങ്ങി. ഓരോ 18 മണിക്കൂറിലും ഈ ഷെല്ലുകൾ തുറക്കും. അതിനകത്തേക്ക് കയറിപ്പോകുന്നവർ ഭൂമിയുടേതിന് വ്യത്യസ്തമായ ഗ്രാവിറ്റി അഥവാ ഗുരുത്വബലം അനുഭവിക്കുകയും ഒരു ഗ്ലാസ് മതിലിനപ്പുറം 7 കൈകാലുകളുള്ള അന്യഗ്രഹ ജീവികളെ കാണുകയും ചെയ്യുന്നു. 7 കാലുകളുള്ളവയെ ഹെപ്റ്റാപോഡുകൾ എന്ന് വിളിക്കുവാൻ തുടങ്ങി. ആ ജീവികൾ മനുഷ്യരോട് എന്തൊക്കെയോ ആശയവിനിമയം നടത്തുവാൻ ശ്രമിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ രാജ്യവും അവരുടേതായ രീതിയിൽ അന്യഗ്രഹ ജീവികളുടെ ഭാഷയെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അമേരിക്കയിൽ US ആർമിയിലെ കേണൽ വെബർ പ്രശസ്ത ഭാഷാശാസ്ത്രജ്ഞയായ ഡോക്ടർ ലൂയിസ് പാങ്സിനെ ഈ ഉദ്യമത്തിനായി വിളിച്ചുകൊണ്ടുപോകുന്നു. ലക്ഷ്യം ഒന്ന് മാത്രം: ഈ ജീവികൾ എന്തിനാണ് ഭൂമിയിലെത്തിയത് എന്ന് കണ്ടെത്തുക. അവർക്കൊപ്പം തിയറട്ടിക്കൽ ഫിസിസിസ്റ്റായ ഇയാൻ ഡോണലിയും ചേരുന്നു. ജോലി കേൾക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നും, പക്ഷേ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസമുള്ള ആശയവിനിമയമാണ് അവരെ കാത്തിരുന്നത്. അമേരിക്കയിലെത്തിയ പേടകത്തിലെ 2 ഹെപ്റ്റാപോഡുകളെ ആബട്ട് കോസ്റ്റലോ എന്നുമാണ് പേരിട്ട് വിളിച്ചത്. ആർമി കേണൽ ലൂയിസിനോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഭൂമിയിലെത്തിയത് എന്തിനാണ് എന്ന് അന്യഗ്രഹ ജീവികളോട് ചോദിക്കണമെന്നും അതിൻ്റെ ഉത്തരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നുമാണ്. പക്ഷേ വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതൊന്നും. ഒരാശയവിനിമയം കൃത്യമായി നടത്തണമെങ്കിൽ നിങ്ങൾ, ഞങ്ങൾ, മനുഷ്യൻ, ചോദ്യം എന്നിങ്ങനെ മനുഷ്യൻ്റെ ഭാഷയുടെ സ്വഭാവം അന്യഗ്രഹ ജീവികളുടെ ഭാഷയുടേതുമായി ചേർന്ന് പരസ്പരം മനസ്സിലാക്കണമെന്നും അതിനുശേഷമേ അവരുടെ വരവിൻ്റെ ഉദ്ദേശം ചോദിച്ചറിയാൻ കഴിയൂ എന്നും ലൂയിസ് പറയും. തുടർന്ന് ഓരോ ചെറിയ ആശയവിനിമയത്തിലൂടെ ലൂയിസും ഹെപ്റ്റാപോഡുകളും പതിയെ ഒരു പൊതുവായ ഭാഷ സൃഷ്ടിച്ചെടുക്കുന്നു. അവർ പരസ്പരം ആശയവിനിമയം നടത്തിയത് ശബ്ദം ഉപയോഗിച്ചായിരുന്നില്ല. പകരം കറുത്ത മഷി പോലുള്ള പുക വായുവിലേക്ക് വിടുന്നു. അത് വായുവിൽ ഒരു വൃത്താകൃതിയിലുള്ള ചിഹ്നമായി രൂപപ്പെടുന്നു. ഈ ചിഹ്നങ്ങളെയാണ് ലോഗോഗ്രാം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭാഷയിലെ അക്ഷരങ്ങൾ പോലെ ഒന്നൊന്നായി വായിക്കേണ്ടതല്ല ഇവ. ഓരോ ലോഗോഗ്രാമും ഒരു പൂർണ്ണ ആശയത്തെ ഒരൊറ്റ ചിഹ്നത്തിൽ അവതരിപ്പിക്കുന്നു. അതിന് തുടക്കമോ അവസാനമോ ഇല്ല, ഒരു പൂർണ്ണ വൃത്തം മാത്രം. ഈ ഭാഷ ലൂയിസ് കൂടുതൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ വിചിത്രമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു ചെറിയ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ലൂയിസ് വീണ്ടും കാണാൻ തുടങ്ങുന്നു. ആ കുട്ടി കളിക്കുന്നു, ചിരിക്കുന്നു, പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഗുരുതരമായ അസുഖം കാരണം മരിക്കുന്നു. സിനിമയുടെ ആദ്യ മിനിറ്റുകൾ മുതൽ തന്നെ ഈ രംഗങ്ങൾ പ്രേക്ഷകൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും ലൂയിസും ഒരുപോലെ കരുതുന്നത് അത് ലൂയിസിൻ്റെ കഴിഞ്ഞ കാല ഓർമ്മകളാണെന്നാണ്. അവൾക്കൊരിക്കലൊരു മകളുണ്ടായിരുന്നു, അവളെ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ഓർമ്മകളായിരുന്നില്ല, ഇതുവരെ സംഭവിക്കാത്ത ലൂയിസിൻ്റെ ജീവിതത്തിലെ ഭാവിയിലെ സംഭവങ്ങളുടെ ദൃശ്യങ്ങളായിരുന്നു. അതേസമയം ഭൂമിയിലെ അവസ്ഥ വഷളാകുന്നു. 12 രാജ്യങ്ങളിലുമുള്ള ഗവേഷക സംഘങ്ങൾ ഓരോന്നായി ഈ ഭാഷയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ മോശമാണ്. അതിനിടയിൽ ഒരു ലോഗോഗ്രാം തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ ഭൂമിയിലെത്തിയത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഹെപ്റ്റാപോഡുകൾ തന്ന മറുപടിയുടെ അർത്ഥം ആയുധം നൽകുക എന്നാണെന്ന് ചിലർ കരുതുന്നു. ഇത് കേട്ടതോടെ ചൈനയിലെ ജനറൽ ഷാങ്ങിൻ്റെ നേതൃത്വത്തിൽ ചില രാജ്യങ്ങൾ ഈ ഷെല്ലുകളെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. ലോകം ഒരു വലിയ യുദ്ധത്തിൻ്റെ വക്കിലെത്തുന്നു. ഈ നിർണായക സമയത്ത് ലൂയിസിന് ഹെപ്റ്റാപോഡുകളുടെ ഭാഷ പഠിച്ചതിലൂടെ ഒരു അസാധാരണ കഴിവ് ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മുൻകൂട്ടി കാണുന്ന രീതിയിലേക്ക് ലൂയിസിൻ്റെ ബ്രെയിൻ മാറിയിരിക്കുന്നു. അങ്ങനെ ഭാവിയിൽ നിന്ന് ലഭിച്ച അറിവ് ഉപയോഗിച്ച് ലൂയിസ് ജനറൽ ഷാങ്ങിൻ്റെ സ്വകാര്യ ഫോൺ നമ്പർ കണ്ടെത്തുന്നു. അതുമാത്രമല്ല, മരിക്കുന്നതിന് മുൻപ് ഷാങ്ങിൻ്റെ ഭാര്യ പറഞ്ഞ അവസാന വാക്കുകളും ലൂയിസിനിപ്പോൾ അറിയാം. ലൂയിസ് ജനറൽ ഷാങ്ങിനെ വിളിച്ച് ആ സ്വകാര്യ വാക്കുകൾ ആവർത്തിച്ച് പറയുന്നു. യുദ്ധം ചെയ്യരുത് എന്നും ആവശ്യപ്പെടുന്നു. ആ വാക്കുകൾ കേട്ടതോടെ ഇത് സാധാരണ മനുഷ്യന് അറിയാൻ കഴിയുന്ന വിവരമല്ലെന്ന് ഷാങ് മനസ്സിലാക്കുന്നു.
അദ്ദേഹം ആക്രമണ ഉത്തരവ് പിൻവലിക്കുന്നു. അങ്ങനെ മനുഷ്യരാശി യുദ്ധത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് സിനിമ തൻ്റെ ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നത്. ഹെപ്റ്റാപോഡുകൾ പറഞ്ഞ ആയുധം എന്നത് ഒരു പുതിയ ആയുധമോ സാങ്കേതിക വിദ്യയോ അല്ല. അവരുടെ ഭാഷ തന്നെയാണ് ആ ആയുധം, ആ സമ്മാനം. ആ ഭാഷ പൂർണ്ണമായി പഠിച്ചാൽ മനുഷ്യൻ്റെ മസ്തിഷ്കം സമയം അനുഭവിക്കുന്ന രീതി തന്നെ മാറും. സമയം ഒരു നേർരേഖയായി ഭൂതകാലത്തിൽ നിന്നും ഭാവിയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒന്നായി കാണാതെ ഒരേ സമയം ഭൂതവും ഭാവിയും വർത്തമാനവും മുഴുവൻ കാണാൻ കഴിയുന്ന ഒന്നായി മനസ്സ് മാറുന്നു. അപ്പോഴാണ് ലൂയിസ് തിരിച്ചറിയുന്നത് താൻ കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞകാല ഓർമ്മകളല്ല, അത് തൻ്റെ ഭാവിയിൽ ജനിക്കാൻ പോകുന്ന മകളുടെ ജീവിതമായിരുന്നു. കൂടാതെ മറ്റൊരു സത്യവും അവൾ മുൻകൂട്ടി കാണുന്നു. കൂടെയുള്ള ഫിസിസിസ്റ്റായ ഇയാൻ പിന്നീട് തൻ്റെ ഭർത്താവാകും. പക്ഷേ ഹന്ന ചെറുപ്പത്തിൽ തന്നെ മരിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും അവളെ പ്രസവിക്കാനും ആ ജീവിതം തുടരാനും ലൂയിസ് തീരുമാനിച്ചതായിരുന്നു എന്ന് ഇയാൻ പിന്നീട് മനസ്സിലാക്കും. ആ സത്യം അറിയുന്ന ദിവസം ഇയാൻ അവളെ വിട്ടുപോകും. എന്നിട്ടും ആ ജീവിതം തന്നെ തിരഞ്ഞെടുക്കാനാണ് ലൂയിസ് തീരുമാനിക്കുന്നത്. ഹന്നയോടൊപ്പമുള്ള ഓരോ സന്തോഷ നിമിഷവും ഒടുവിൽ വരാനിരിക്കുന്ന എല്ലാ ദുഃഖവും എല്ലാം അറിഞ്ഞുകൊണ്ട് അവൾ ആ ജീവിതത്തെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് സിനിമയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്ന ഹന്നയുടെ ദൃശ്യങ്ങൾ ഒരവസാനമല്ല, ലൂയിസ് പൂർണ്ണ ബോധത്തോടെ തിരഞ്ഞെടുക്കുന്ന ഒരു പുതിയ തുടക്കമാണത്. ഹെപ്റ്റാപോഡുകൾ യഥാർത്ഥത്തിൽ ഭൂമിയിലെത്തിയത് എന്തിനാണ് എന്നത് ലൂയിസിൻ്റെ പേഴ്സണൽ കഥയിലേക്ക് പ്രേക്ഷകൻ ചുരുങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ മറക്കുന്ന ഒരു കാര്യമാണ്. സിനിമയിൽ അവർ അവരുടെ ലക്ഷ്യം ഒരേ ഒരു തവണ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് കഥയിലെ സംഘർഷം കാരണം പലരും അത് ശ്രദ്ധിക്കാറില്ല. ഏകദേശം 3000 വർഷങ്ങൾക്ക് ശേഷം ഹെപ്റ്റാപോഡുകൾക്ക് മനുഷ്യരാശിയുടെ സഹായം ആവശ്യമായി വരും. അത് അവർക്കിപ്പോഴേ അറിയാം. കാരണം അവർ സമയത്തെ നമ്മളെപ്പോലെ കാത്തിരുന്ന് അനുഭവിക്കുന്നവരല്ല, പകരം മുൻകൂട്ടി കാണുന്നവരാണ്. അതിനാലാണ് അവർ ഇപ്പോൾ തന്നെ മനുഷ്യർക്ക് അവരുടെ ഭാഷ സമ്മാനിക്കുന്നത്. ഒരു ദിവസം അത് മനുഷ്യർക്ക് മനസ്സിലാകും. മനുഷ്യരാശി വളരും. ഒടുവിൽ ഭാവിയിൽ ഹെപ്റ്റാപോഡുകളെ സഹായിക്കാൻ കഴിവുള്ളവരാകും. അതിനാൽ അവരുടെ വരവ് ഭൂമി കീഴടക്കാനോ മനുഷ്യരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ വെറുതെ സന്ദർശിക്കാനോ ആയിരുന്നില്ല. മറിച്ച് 3000 വർഷങ്ങൾ നീളുന്ന പരസ്പര സഹായത്തിൻ്റെ ഒരു ഉടമ്പടിയുടെ ആദ്യപടിയായിരുന്നു അത്. സമയത്തെ മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു ജീവിവർഗത്തിന് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇതാണ് സിനിമയുടെ കഥ. ഇനി കുറച്ച് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും അറൈവലിൻ്റെ കഥയിലെ ഒരു സയൻറ്റിഫിക് ആൻഡ് ഫിക്ഷണൽ അനാലിസിസ് ആണ് തുടർന്ന് പറയുന്നത്. അന്യഗ്രഹ ജീവികൾ യഥാർത്ഥത്തിൽ ഭൂമിയിലെത്തിയത് എന്തിനാണ്? എന്താണ് ഇതിനു പിന്നിലെ ശാസ്ത്രം? ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യരാശിക്ക് അവരുടെ ഭാഷ സമ്മാനിക്കാനായാണ് അവർ വന്നത്. ഏകദേശം 3000 വർഷങ്ങൾക്ക് ശേഷം ഹെപ്റ്റാപോഡുകൾക്ക് മനുഷ്യരുടെ സഹായം ആവശ്യമായി വരും. അതിനുവേണ്ടി മനുഷ്യരെ സജ്ജരാക്കാനാണ് ഹെപ്റ്റാപോഡുകൾ എത്തിയത്. സിനിമയിൽ ഹെപ്റ്റാപോഡുകളുടെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഒരു ഹെപ്റ്റാപോഡ് ലോഗോഗ്രാം ടൂൾ അല്ലെങ്കിൽ വെപ്പൺ എന്നാണ് വിവർത്തനം ചെയ്യപ്പെടുന്നത്. ഇത് തെറ്റായ ട്രാൻസ്ലേഷൻ ആണെന്നും അവർ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗിഫ്റ്റാണെന്നും ലൂയിസ് വിശദമാക്കും. ഇതിന് പിന്നിലെ സയൻസ് നോക്കിയാൽ ഇത് ഗെയിം തിയറി എന്ന ശാസ്ത്രശാഖയിലെ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് അഥവാ ചിന്താ പരീക്ഷണമാണ്. ഗെയിം തിയറിയിൽ ഒരു പ്രധാന ആശയമുണ്ട്: ഞാൻ ഇന്ന് നിന്നെ സഹായിക്കുന്നു, ഭാവിയിൽ നീ എന്നെ സഹായിക്കും. ഇത്തരം റെസിപ്രോക്കൽ കോഓപ്പറേഷൻ അഥവാ പരസ്പര സഹകരണം ദീർഘകാലം നിലനിൽക്കുന്ന ഒരു മികച്ച തന്ത്രമാണെന്ന് നിരവധി ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അറൈവൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾക്ക് അടുത്ത ആഴ്ചയെക്കുറിച്ച് ഉറപ്പുള്ളതുപോലെ ഹെപ്റ്റാപോഡുകൾക്ക് 3000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഭാവിയെക്കുറിച്ചും അതേ ഉറപ്പുണ്ട്. കാരണം അവർക്ക് ഭാവി എന്നത് നമ്മൾ കഴിഞ്ഞ കാലം ഓർക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സഹായം ചെയ്യുന്നതും 3000 വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നതും ഒരുപോലെയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഈ പ്രവൃത്തി ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വളരെ ബുദ്ധിപരമായ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റാണ്. ഹെപ്റ്റാപോഡുകളെ പോലുള്ള ജീവിവർഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സമയം നേർരേഖയായി അനുഭവിക്കാതെ ഒരേ സമയം ഭൂതവും വർത്തമാനവും ഭാവിയും, അതായത് സമയത്തെ മുഴുവൻ കാണാൻ കഴിയുന്ന ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടെന്നതിന് ഇന്ന് വരെ ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല. അത് സിനിമയുടെ സാങ്കല്പിക ഭാഗമാണ്. പക്ഷേ അങ്ങനെയൊരു ജീവിവർഗം ഉണ്ടായിരുന്നു എന്ന് കരുതിയാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമെന്ന ആശയം ലോജിക്കലാണ്. സിനിമയിൽ യുദ്ധത്തിൻ്റെ വക്കോളം കാര്യങ്ങൾ എത്തുന്നതിന് കാരണം വെപ്പൺ എന്ന ഒരൊറ്റ വാക്കാണ്. പക്ഷേ അത് ഹെപ്റ്റാപോഡുകളുടെ യഥാർത്ഥ ഉദ്ദേശമല്ല. അവരുടെ ലോഗോഗ്രാമുകൾക്ക് ഒരേ സമയം പല അർത്ഥങ്ങളുണ്ട്. ഒരു ചിഹ്നം, ആയുധം, ഉപകരണം, സമ്മാനം എന്നിങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകാം. മനുഷ്യർക്ക് ആ ഭാഷയുടെ ആഴം ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തതിനാൽ അവർ അതിനെ തെറ്റായി ആയുധം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ലോകം യുദ്ധത്തിൻ്റെ വക്കിലെത്തുന്നത്. അത് മനുഷ്യരുടെ തെറ്റായ ട്രാൻസ്ലേഷൻ കൊണ്ടാണ്. ഭാഷ ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ അതിൻ്റെ വില ചിലപ്പോൾ മനുഷ്യ ജീവനുകളാകാമെന്ന് സിനിമ വളരെ സൂക്ഷ്മമായി പറയുകയാണ്. എന്തുകൊണ്ടാണ് കൃത്യം 12 ബഹിരാകാശ വാഹനങ്ങൾ വ്യത്യസ്തമായ 12 രാജ്യങ്ങളിലേക്ക് വന്നത്?
ഇതിന് സിനിമ വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല. പക്ഷേ അതിനു പിന്നിലൊരു ഉദ്ദേശമുണ്ട്. 12 ഷെല്ലുകളെ ലോകത്തിലെ പരസ്പരം മത്സരിക്കുന്ന ഒരു വിധത്തിലും ഒത്തൊരുമയില്ലാത്ത രാജ്യങ്ങളിലേക്ക് അയച്ചത് ഒരു ക്രൈസിസ് വന്നാൽ മനുഷ്യർ ഒന്നിച്ച് പ്രവർത്തിക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്നത് പരിശോധിക്കാനാണ്. ഒന്ന് ഡീറ്റെയിലായി നോക്കിയാൽ ഓരോ രാജ്യത്തിനും യാതൊരു പ്രയോറിറ്റിയും കൊടുക്കാതെ എല്ലായിടത്തും ഷെല്ലുകൾ പ്രത്യക്ഷപ്പെടുകയും ഓരോ രാജ്യങ്ങളും സ്വന്തം നിലയിൽ ഹെപ്റ്റാപോഡുകളുമായി ആശയവിനിമയം നടത്തേണ്ടിയും വരുന്നു. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഇതൊരു കോർഡിനേഷൻ പ്രോബ്ലം അഥവാ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പരീക്ഷണം പോലെയാണ്. ഒരൊറ്റ രാജ്യത്തിന് മാത്രം ഈ അന്യഗ്രഹ ഭാഷ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ 12 രാജ്യങ്ങളിലെയും വിവരങ്ങൾ ഒന്നിച്ചാൽ ഉത്തരം വളരെ വേഗത്തിൽ കണ്ടെത്താനാകും. നമ്മുടെ ഇന്നത്തെ ലോകത്ത് SETI അഥവാ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്ന അന്യഗ്രഹ ജീവികളെ തിരയുന്ന സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നെങ്കിലും അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നാൽ ഒരു വലിയ ചോദ്യം ഈ സമൂഹം ചർച്ച ചെയ്യാറുണ്ട്. ഭൂമിയെ പ്രതിനിധീകരിച്ച് ആരാണ് സംസാരിക്കുക? ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാ രാജ്യങ്ങളുമായി എങ്ങനെ പങ്കുവയ്ക്കും? അറൈവൽ ഈ ചോദ്യത്തിനൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഓരോ രാജ്യവും വിവരങ്ങൾ സ്വന്തമായി സൂക്ഷിച്ചാൽ ഒരേ സന്ദേശത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടാകാം. അതാണ് സിനിമയിൽ സംഭവിക്കുന്നത്. ഓരോ ഷെല്ലും ഒരു വലിയ സന്ദേശത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നൽകുന്നത്. 12 സ്ഥലങ്ങളിലുമുള്ള വിവരങ്ങൾ ഒന്നിച്ചാൽ മാത്രമേ യഥാർത്ഥ സന്ദേശം പൂർണ്ണമാകൂ. ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് മുഴുവൻ സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യരാശി ഒരു രാജ്യമായല്ല, ഒരു ജീവിവർഗമായി ചിന്തിക്കണമെന്ന സാഹചര്യം ഹെപ്റ്റാപോഡുകൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. ഒരു വാക്കുപോലും അറിയാത്ത അന്യഗ്രഹ ജീവിയുമായി എങ്ങനെ സംസാരിക്കാൻ തുടങ്ങും? ഇതിന് പിന്നിലെ യുക്തി എന്താണ്? സിനിമയിൽ മിലിട്ടറി ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഭൂമിയിലെത്തിയത് എന്തിനാണ്? പക്ഷേ ലൂയിസ് അത് തെറ്റായ സമീപനമാണെന്ന് പറയുന്നു. കാരണം എന്തിന് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അന്യഗ്രഹ ജീവികൾക്ക് അറിയില്ലെങ്കിൽ ആ ചോദ്യം എങ്ങനെ മനസ്സിലാകും? അതിനാൽ ലൂയിസ് ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്വയം ചൂണ്ടിക്കാണിച്ച് ഹ്യൂമൻ എന്നെഴുതി കാണിക്കുന്നു. പിന്നീട് നടക്കുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയ ലളിതമായ പ്രവൃത്തികൾ പഠിപ്പിക്കുന്നു. ഒരാളെ സൂചിപ്പിക്കുന്ന നീ എന്നതും ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന നിങ്ങൾ എന്നതും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കിക്കുന്നു. ഇങ്ങനെ അടിസ്ഥാന വാക്കുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയ ശേഷമാണ് വലിയ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇത് സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച രീതിയല്ല. ഫീൽഡ് ലിംഗ്വിസ്റ്റിക്സ് അഥവാ ഭാഷാശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന യഥാർത്ഥ രീതിയാണ്. ഒരു ഭാഷയ്ക്ക് ട്രാൻസ്ലേറ്ററോ ഡിക്ഷണറിയോ ഇല്ലെങ്കിൽ ആ ഭാഷ പഠിക്കാൻ അവർ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ രീതിയെ പ്രശസ്ത ഭാഷാശാസ്ത്രജ്ഞനായ കെന്നത്ത് പൈക്ക് വികസിപ്പിച്ച രീതികളുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കാറുണ്ട്. ആദ്യം ഒരു വസ്തു ചൂണ്ടിക്കാണിക്കും. അതിൻ്റെ പേര് ആ ഭാഷയിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇതിനെ ഓസ്റ്റൻഷൻ എന്നാണ് പറയുന്നത്. പിന്നീട് വലിയ ആശയങ്ങൾ ചെറിയ വാക്കുകൾ ചേർന്നാണോ ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കും. കാരണം മനുഷ്യരുടെ എല്ലാ ഭാഷകളും ചെറിയ ഘടകങ്ങൾ ചേർന്നാണ് വലിയ അർത്ഥങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിനൊപ്പം ആദ്യമായി മനസ്സിലാക്കുന്ന എല്ലാ അർത്ഥങ്ങളും താൽക്കാലികമാണെന്ന് കരുതി വീണ്ടും വീണ്ടും പരിശോധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ അഥവാ ചോദ്യം എന്ന ആശയം പോലും ആദ്യം തന്നെ ഉപയോഗിക്കാൻ ലൂയിസ് മടിക്കുന്നത്. കാരണം ഒരു ഭാഷയിൽ ചോദ്യം എന്ന ആശയം മറ്റൊരു ഭാഷയിൽ മറ്റൊരു അർത്ഥമായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം ആ ഭാഷയിൽ ഇല്ലാതെയും ഇരിക്കാം. ലൂയിസ് സ്വീകരിക്കുന്ന ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള പഠന രീതി, ആദ്യം വിശ്വാസം നേടുക, പിന്നെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ ആശയങ്ങളിലേക്ക് പോവുക എന്ന സമീപനം, ഇതെല്ലാം യഥാർത്ഥ ഭാഷാശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന രീതികളാണ്. അതുപോലെ ഹെപ്റ്റാപോഡുകളെ ആദ്യമായി കാണുന്ന രംഗത്തിൽ ലൂയിസ് തൻ്റെ സേഫ്റ്റി കോട്ട് അഴിച്ചു മാറ്റുന്നത് ധൈര്യം കാണിക്കാനായിരുന്നില്ല. വിശ്വാസം ഉണ്ടാകാതെ ആശയവിനിമയം ഒരിക്കലും തുടങ്ങാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലൂയിസ് ആദ്യം സ്വന്തം മുഖം കാണിച്ച് താൻ അപകടകാരിയല്ലെന്ന് ഏലിയൻസിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ ലൂയിസിൻ്റെ യൂണിവേഴ്സിറ്റി ഓഫീസിലെ പുസ്തക അലമാരിയിൽ കാണുന്ന ഭാഷാശാസ്ത്ര പുസ്തകങ്ങളെല്ലാം സിനിമയുടെ ഭാഷാശാസ്ത്ര ഉപദേഷ്ടാവായ ഡോക്ടർ ജെസിക്ക കൂൺ ഉപയോഗിച്ച ഒറിജിനൽ ബുക്കുകൾ തന്നെയാണ്. ഹെപ്റ്റാപോഡുകളുടെ ഭാഷയുടെ പഠനവുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ ഹെപ്റ്റാപോഡുകളുടെ ലോഗോഗ്രാമുകൾ അനലൈസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ കാണുന്ന കോഡുകൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമുകളാണ്. പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞരായ സ്റ്റീഫൻ വോൾഫ്രം, ക്രിസ്റ്റഫർ വോൾഫ്രം എന്നിവർ വോൾഫ്രം ലാംഗ്വേജ് ഉപയോഗിച്ച് തയ്യാറാക്കിയ യഥാർത്ഥ സോഫ്റ്റ്വെയറാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചില രംഗങ്ങളിൽ സ്ക്രീനിൽ കാണുന്ന അനാലിസിസ് യഥാർത്ഥത്തിൽ ആ ലോഗോഗ്രാമുകളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ വർക്കിംഗ് പ്രോഗ്രാമുകൾ തന്നെയാണ്. ഹെപ്റ്റാപോഡുകളുടെ എഴുത്തുഭാഷ, റിട്ടൺ ലാംഗ്വേജ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവർ എഴുതുന്ന ഓരോ വൃത്താകൃതിയിലുള്ള ചിഹ്നവും ഒരു കംപ്ലീറ്റ് ഐഡിയ അഥവാ പൂർണ്ണമായ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരാശയത്തെ ഒറ്റത്തവണയിൽ ദൃശ്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ഹെപ്റ്റാപോഡുകളുടെ എഴുത്തുഭാഷ. ആ ചിഹ്നങ്ങൾക്ക് ആദ്യ വരെയോ അവസാന വരെയോ ഇല്ല, വാക്കുകളുടെ ക്രമവുമില്ല. ഹെപ്റ്റാപോഡുകൾ 2 രീതിയിലാണ് ആശയവിനിമയം നടത്തുന്നത്. ഒന്ന് ശബ്ദം ഉപയോഗിച്ചുള്ള ഭാഷ,
ഇതിനെ ഹെപ്റ്റാപോഡ് എ എന്ന് വിളിക്കാം. രണ്ടാമത്തേത് അവർ വായുവിലേക്ക് കറുത്ത മഷി പോലുള്ള പുക പുറത്തുവിട്ട് സൃഷ്ടിക്കുന്ന വൃത്താകൃതിയിലുള്ള ചിഹ്നങ്ങൾ. ഇതാണ് ഹെപ്റ്റാപോഡ് ബി. ആദ്യമൊക്കെ ലൂയിസ് കരുതിയത് ഈ എഴുത്ത് അവരുടെ സംസാര ഭാഷയുടെ എഴുത്തുരൂപമാണെന്നാണ്. പിന്നീടാണ് മനസ്സിലാവുക ഇത് രണ്ടും തമ്മിൽ ബന്ധമൊന്നും ഇല്ല എന്ന്. നമ്മുടെ മലയാളം, ഇംഗ്ലീഷ് ലിപികളൊക്കെ സംസാര ഭാഷയുടെ എഴുത്തുരൂപമാണ്. സിനിമയിലുടനീളം പിന്നീട് ഈ എഴുത്തു ഭാഷയെ, അതായത് ലോഗോഗ്രാമിനെ അനലൈസ് ചെയ്യുകയാണ്. ഭാഷാശാസ്ത്രത്തിൽ ഇതുപോലുള്ള എഴുത്ത് സംവിധാനത്തെ സെമാസിയോഗ്രാഫിക് റൈറ്റിംഗ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു വിഭാഗമാണ്. ഇത്തരം സംവിധാനങ്ങൾ ശബ്ദത്തെ അല്ല, നേരിട്ട് അർത്ഥത്തെയാണ് സൂചിപ്പിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഇതിനുള്ള ഉദാഹരണങ്ങളുണ്ട്. 2+2 = 4, 2 + 2 = 4. ഈ സമവാക്യം മലയാളം സംസാരിക്കുന്നവർക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്കും ജാപ്പനീസ് സംസാരിക്കുന്നവർക്കും ഒരേ അർത്ഥം തന്നെയാണ് നൽകുന്നത്. കാരണം ഇത് ഒരു പ്രത്യേക ഭാഷയിലെ ശബ്ദത്തെ രേഖപ്പെടുത്തുന്നില്ല, നേരിട്ട് ആശയത്തെയാണ് അവതരിപ്പിക്കുന്നത്. മറ്റൊരു ഉദാഹരണം സംഗീതത്തിലെ നൊട്ടേഷൻ എടുത്താൽ മതി. ഒരു സംഗീതജ്ഞന് ഈ ചിഹ്നങ്ങൾ കണ്ടാൽ ഏത് സ്വരമാണ് വായിക്കേണ്ടത് എന്ന് മനസ്സിലാകും. അതിന് ഭാഷയുടെ ആവശ്യമില്ല, അർത്ഥം നേരിട്ട് സംഗീതത്തിലേക്കാണ് മാറുന്നത്. അതേസമയം നമ്മുടെ മലയാളം, ഇംഗ്ലീഷ് പോലുള്ള ഭാഷകളുടെ ലിപികൾ ശബ്ദത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ഇത്തരം ലിപികളെ ഗ്ലോട്ടോഗ്രാഫിക് എന്ന് വിളിക്കുന്നു. അറൈവൽ സിനിമയിൽ എഴുത്തിനെ സംസാരത്തിൽ നിന്ന് പൂർണ്ണമായും വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എഴുത്തു ഭാഷയ്ക്ക് സമയമനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലാത്തത്. ഇതുതന്നെയാണ് സിനിമയുടെ പ്രധാന ആശയത്തിന് അടിത്തറയാകുന്നത്. സിനിമയിൽ കാണിക്കുന്ന സങ്കീർണമായ ഒരു ചിഹ്നം ഒരൊറ്റ നിമിഷത്തിൽ വരയ്ക്കുക എന്നത് സിനിമയുടെ ആശയത്തിന് വേണ്ടി സൃഷ്ടിച്ച ഫിക്ഷനാണ്. കാരണം അങ്ങനെ വരയ്ക്കണമെങ്കിൽ ചിത്രം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതെങ്ങനെ അവസാനിക്കും എന്നറിയണം. നമ്മളൊരു വാചകം എഴുതുമ്പോൾ അതിനൊരു തുടക്കവും ഒടുക്കവും ഉണ്ടായിരിക്കും. ഒരിടത്തു നിന്ന് തുടങ്ങി ഒരാശയത്തെ പൂർണ്ണമായി അവതരിപ്പിക്കുന്നത് അവസാന വാക്കു എഴുതി തീരുമ്പോഴാണ്. എന്നാൽ നമുക്ക് 2 കൈകൾ കൊണ്ടും ഒരേ സമയം തുടക്കത്തിൽ നിന്നും വാചകത്തിൻ്റെ അവസാനത്തു നിന്നും എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെ തുടക്കവും ഒടുക്കവും ഉണ്ടാവില്ല. ഒരു നിമിഷം കൊണ്ട് തന്നെ പൂർണ്ണമായ ആശയം ഉണ്ടായി കഴിഞ്ഞിരിക്കും. ഈ ഒരു ആശയമാണ്, അതായത് ചിഹ്നം വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അതെങ്ങനെ അവസാനിക്കണം എന്നറിഞ്ഞിരിക്കണമെന്ന ആശയമാണ് സിനിമയിലെ ഭാഷയെയും സമയത്തിൻ്റെ ഒഴുക്കിനെയും ബന്ധിപ്പിക്കുന്നത്. സിനിമയ്ക്കായി ഏകദേശം 100ഓളം വ്യത്യസ്ത ലോഗോഗ്രാമുകൾ പ്രത്യേക രൂപകൽപ്പന ചെയ്തിരുന്നു. ഓരോ ചിഹ്നത്തിനുള്ളിലും ചെറിയ ഘടകങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന രീതിയിലായിരുന്നു അവയുടെ ഡിസൈൻ. അതുകൊണ്ട് അവ വെറും ഒരു അലങ്കാര ചിഹ്നങ്ങളായി തോന്നാതെ യഥാർത്ഥത്തിൽ ഒരു ഭാഷ പഠിക്കുന്നത് പോലെ വിശകലനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു. ഈ ഭാഷ കൂടുതൽ പഠിക്കുമ്പോൾ ലൂയിസും ഹെപ്റ്റാപോഡുകളും തമ്മിലുള്ള സ്നേഹവും വിശ്വാസ്യതയും കൂടുന്നതായും മനസ്സിലാവും. സിനിമയിൽ പലയിടത്തായി ലോഗോഗ്രാമുകളെ അനലൈസ് ചെയ്യുന്നതും ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും കാണിക്കുന്നുണ്ട്. ആ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ ശ്രദ്ധിച്ചാൽ ഓരോ ലോഗോഗ്രാമുകളെയും 12 ഭാഗങ്ങളായി മുറിച്ചു മാറ്റി ഓരോ ഭാഗങ്ങളെ ഓരോ അർത്ഥങ്ങളായി മനസ്സിലാക്കുന്നത് തിരിച്ചറിയാൻ കഴിയും. 100ഓളം ലോഗോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിലും സിനിമയിൽ അത്രയധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഓരോ ലോഗോഗ്രാമുകളെയും പ്രത്യേകം ഡീകോഡ് ചെയ്ത് വിശദീകരിക്കാൻ കഴിയില്ല. സിനിമയ്ക്ക് വേണ്ടി ലോഗോഗ്രാമുകൾ വരച്ചത് ചിത്രകാരിയായ മാർട്ടിൻ ബെർട്രാൻഡ് ആയിരുന്നു. പിന്നീട് കൃത്യമായൊരു സയൻറ്റിഫിക് ബേസ് നൽകിയത് ശാസ്ത്രജ്ഞരായ സ്റ്റീഫൻ വൂൾഫ്രാം, ക്രിസ്റ്റഫർ വൂൾഫ്രാം എന്നിവരായിരുന്നു. ഇവർ തയ്യാറാക്കിയ ഡിസൈനുകളിൽ വീണ്ടും സിനിമയുടെ ക്രിയേറ്റീവ് ടീംസ് വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ലോഗോഗ്രാമുകളെയൊക്കെ സിനിമയ്ക്ക് വേണ്ടി വിശദീകരിക്കാമെങ്കിലും പൂർണ്ണമായൊരു ഡീകോഡിംഗ് സാധ്യമല്ല. ഹെപ്റ്റാപോഡുകളുടെ ഭാഷ പഠിച്ചപ്പോൾ ലൂയിസിൻ്റെ സമയത്തെക്കുറിച്ചുള്ള അവബോധം എങ്ങനെയാണ് മാറിയത്? സിനിമയിലെ പ്രധാന ആശയങ്ങളിലൊന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഷയ്ക്ക് നമ്മൾ ലോകത്തെ കാണുന്ന രീതിയായി മാറ്റാൻ കഴിയും എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഭാഷാശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്ന ഒരാശയമാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ ചില ജില്ലകളിലെ ആളുകളോട് ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള ഡയറക്ഷൻ ചോദിച്ചാൽ അവർ പറയുന്നത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഒക്കെ ഉപയോഗിച്ചായിരിക്കും. അവരുടെ ചെറുപ്പം മുതൽ തന്നെ ദിശ ഉപയോഗിക്കുക എന്നത് ഭാഷയുടെ ഒരു ഭാഗമാണ്. അവർക്കൊരു സ്ഥലത്ത് ചെന്നാൽ ദിശ തിരിച്ചറിയുക എന്നത് എളുപ്പവുമായിരിക്കും. ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ തലച്ചോറിനെ ചിന്തിക്കുന്ന രീതിയെയും അതിനനുസരിച്ച് ലോകത്തെ കാണുന്ന രീതിയെയും മാറ്റം വരുത്താൻ കഴിയും. ഇതിനെ സാപ്പിർ-വുർഫ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി എന്നാണ് പറയുക. അറൈവലിലേക്ക് വന്നാൽ ലൂയിസ് ഹെപ്റ്റാപോഡ് ബി എന്ന എഴുത്തുഭാഷ കൂടുതൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ, അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുമ്പോൾ ആ ഭാഷയുടെ വലിയൊരു പ്രത്യേകതയായ ഒരു നിമിഷം കൊണ്ട് പൂർണ്ണമായ ആശയത്തെ വിശദീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ലൂയിസിൻ്റെ ബ്രെയിൻ മാറുവാൻ തുടങ്ങും. ഹെപ്റ്റാപോഡ് ബി എന്ന ഭാഷയ്ക്ക് ഒരാശയത്തെ വിശദീകരിക്കാൻ സമയദൈർഘ്യം അഥവാ ടൈം പീരീഡ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ ലൂയിസിൻ്റെ ബ്രെയിൻ സമയത്തെ തിരിച്ചറിയുന്ന രീതി പൂർണ്ണമായും മാറും. ക്രമേണ സമയമനുസരിച്ച് ഭാവിയിൽ സംഭവിക്കേണ്ട, അറിയേണ്ട, അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ലൂയിസിൻ്റെ ബ്രെയിൻ നേരത്തെ തിരിച്ചറിയും.
മുകളിൽ പറഞ്ഞ സാപ്പിർ-വൂർഫ് ഹൈപ്പോത്തസിസിന് പ്രധാനമായും 2 രൂപങ്ങളുണ്ട്: വീക്ക് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റിയും സ്ട്രോങ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റിയും. നേരത്തെ പറഞ്ഞ ദിശയെ അറിയുന്നതും വസ്തുക്കളെ വ്യത്യസ്തമായി വിശദീകരിക്കുന്നതുമൊക്കെ വീക്ക് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റിയുടെ കീഴിൽ വരുന്നതാണ്. എന്നാൽ സിനിമയിൽ കാണിച്ചിരിക്കുന്ന പുതിയൊരു ഭാഷ പഠിക്കുന്നതോടെ മനുഷ്യൻ്റെ ചിന്തയെ പൂർണ്ണമായും മാറ്റുന്നതും അതിലൂടെ മുൻപ് അസാധ്യമായിരുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നതാണ് സ്ട്രോങ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി. ഈ സ്ട്രോങ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റിയെ ശാസ്ത്രലോകം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഒരു ഹൈപ്പോത്തസിസാണ്. ഇതാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സമയം കാണാനുള്ള ഈ പുതിയ കഴിവിനെ സിനിമ ഒരു സൂപ്പർ പവറായി അവതരിപ്പിക്കുന്നില്ല. മറിച്ച് അത് ഒരേ സമയം ഒരു അനുഗ്രഹവും ഒരു ഭാരവുമാണ്. ലൂയിസിന് സമയം നിയന്ത്രിക്കാനുള്ള ശക്തി അല്ല ലഭിക്കുന്നത്, സമയത്തോടൊപ്പം ജീവിക്കാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് ലഭിക്കുന്നത്. ലൂയിസ് കണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ഓർമ്മകളായിരുന്നു, അതോ ഭാവിയുടെ കാഴ്ചകളായിരുന്നു? ഇതിന് പിന്നിലെ സയൻസ് എന്താണ്? ലൂയിസ് കണ്ടിരുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ മുൻ കാഴ്ചകളാണ്. പക്ഷേ സിനിമ അവയെ ഓർമ്മകളെ പോലെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളും ലൂയിസും ഒരുപോലെ അത് കഴിഞ്ഞ കാലമാണെന്ന് വിശ്വസിക്കുന്നത്. റിയൽ ന്യൂറോ സയൻസിൽ കൃത്യമായി പറയുന്ന ഒരു ആശയമുണ്ട്: ഓർമ്മകൾ ഓരോ തവണയും പുതുതായി പുനർനിർമ്മിക്കപ്പെടുന്നതും അവയ്ക്ക് കഴിഞ്ഞ കാല സംഭവങ്ങൾ മാത്രമേ അടിസ്ഥാനമാകൂ എന്നത്. അതായത് പാസ്റ്റ് ഇവൻറ്റ്സ് മാത്രമാണ് ബ്രെയിൻ ഓർമ്മകൾ പോലെ കാണിക്കാൻ കഴിയൂ. സിനിമയിൽ ആ ആശയത്തെ ട്വിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഭാവിയിലെ കാര്യങ്ങൾ ബ്രെയിനിലേക്ക് എത്തണമെങ്കിൽ കാലങ്ങൾക്കപ്പുറത്തേക്ക് ബ്രെയിൻ സഞ്ചരിക്കണം. അത് ഹെപ്റ്റാപോഡ് ബി എന്ന ഭാഷ പഠിക്കുന്നതിലൂടെ സാധിക്കും എന്നും സിനിമ പറയുകയാണ്. സത്യത്തിൽ ഭാവിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടും നഷ്ടം വരുമെന്ന് അറിഞ്ഞിട്ടും അതിനെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ കൂടിയാണ് അറൈവൽ. സമയത്തിന് മുന്നോട്ടോ പിന്നോട്ടോ എന്നൊരു പ്രത്യേക ഡയറക്ഷൻ ഇല്ലെന്ന് മനസ്സിലാക്കുന്ന ലൂയിസ് തൻ്റെ മകൾക്കിടുന്ന പേരും അത്തരത്തിലൊന്നാണ്, ഒരു പാലിൻഡ്രോം നെയിം, ഹന്ന. യഥാർത്ഥത്തിൽ അറൈവൽ സിനിമയിലെ സംഭവങ്ങളെയും അതോടൊപ്പം സിനിമയിൽ കാണിച്ചിരിക്കുന്ന സംഭവങ്ങളുടെ ക്രമത്തെയും ഈ ഒരു ഗ്രാഫിലൂടെ വിശദീകരിക്കാൻ കഴിയും. യഥാർത്ഥ കഥ ഇങ്ങനെയാണ്: ആദ്യമായി ഹെപ്റ്റാപോഡുകളെ കാണുന്നു, ഹെപ്റ്റാപോഡ് ബി എന്ന ഭാഷ പഠിക്കുന്നു, ലൂയിസിന് സമയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നു, ഇയാനെ വിവാഹം കഴിക്കുന്നു, ഹന്ന ജനിക്കുന്നു, ഹന്ന മരിക്കുന്നു. എന്നാൽ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഹന്നയുടെ ഓർമ്മകളോടെ സിനിമ തുടങ്ങുന്നു, അന്യഗ്രഹ ജീവികൾ വരുന്നു, ഭാഷ പഠിക്കുന്നു, ഭാഷ പഠിക്കുന്നതോടൊപ്പം ഹന്നയുടെ ഓർമ്മകൾ വീണ്ടും വരുന്നു, ഇയാനോടൊപ്പം ജീവിക്കുന്നു, ഹന്ന ജനിക്കുന്നു, ഹന്നയുടെ മരണം. സത്യത്തിൽ സംവിധായകൻ സിനിമയുടെ ഏറ്റവും വലിയ രഹസ്യം ആദ്യ മിനിറ്റിൽ തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചിരുന്നു. ലൂയിസിന് ജനറൽ ഷാങ്ങിൻ്റെ സ്വകാര്യ ഫോൺ നമ്പറും ഭാര്യയുടെ അവസാന വാക്കുകളും എങ്ങനെ അറിയാമായിരുന്നു? ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ വിവരങ്ങൾ അവൾ ഭാവിയിൽ നിന്ന് ലഭിച്ചതാണ്. സിനിമയിലെ സംഭവങ്ങൾക്ക് ഏകദേശം 18 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു ചടങ്ങിൽ ജനറൽ ഷാങ് തന്നെയാണ് തൻ്റെ സ്വകാര്യ ഫോൺ നമ്പറും ഭാര്യയുടെ അവസാന വാക്കുകളും ലൂയിസിനോട് പറയുന്നത്. പക്ഷേ ഭാവി ഇതിനോടകം തന്നെ കാണാൻ കഴിയുന്നതിനാൽ ആ വിവരങ്ങൾ ലൂയിസ് നേരത്തെ തന്നെ ഉപയോഗിച്ച് യുദ്ധം തടയുന്നു. സിനിമയിൽ ലോകം യുദ്ധത്തിൻ്റെ വക്കിലാണ്. ചൈന ആക്രമണം തുടങ്ങാൻ പോകുന്ന നിമിഷം അപ്പോഴാണ് ലൂയിസ് ജനറൽ ഷാങ്ങിൻ്റെ സ്വകാര്യ നമ്പറിലേക്ക് വിളിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ അവസാന വാക്കുകൾ മാൻഡറിൻ ഭാഷയിൽ ആവർത്തിക്കുന്നു. ഇത്രയും സ്വകാര്യമായ ഒരു കാര്യം മറ്റാർക്കും അറിയാൻ കഴിയില്ല. അതോടെ ജനറൽ ഷാങ് ഞെട്ടിപ്പോകുന്നു. ലൂയിസിന് എന്തൊക്കെയോ കഴിവുകളുണ്ടെന്ന് ജനറൽ മനസ്സിലാക്കുന്നു. അദ്ദേഹം ആക്രമണ ഉത്തരവ് പിൻവലിക്കുന്നു. പിന്നീട് ഏകദേശം 18 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു ആഘോഷ ചടങ്ങിൽ ജനറൽ ഷാങ് ലൂയിസിനെ വീണ്ടും കാണുന്നു. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ സ്വകാര്യ നമ്പർ നൽകുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവസാന വാക്കുകൾ പറയുന്നതും. അതോടൊപ്പം ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു: ഒരിക്കൽ ലൂയിസ് തന്നെ വിളിച്ച് ഈ വാക്കുകൾ പറഞ്ഞതുകൊണ്ടാണ് താൻ യുദ്ധം നിർത്തിയതെന്ന്. ഇവിടെയാണ് സിനിമയിലെ ഏറ്റവും ബ്രില്യൻ്റായ ഒരു ടൈം പാരഡോക്സ് കാണിച്ചിരിക്കുന്നത്. ഇതിനെയാണ് ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ് അല്ലെങ്കിൽ കോസൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ വിവരങ്ങൾക്ക് യഥാർത്ഥത്തിലൊരു തുടക്കമില്ല. ജനറൽ ഷാങ്ങിൻ്റെ ഫോൺ നമ്പർ ലൂയിസിന് എവിടെ നിന്നാണ് കിട്ടിയത്? ഭാവിയിലെ ഷാങ്ങിൽ നിന്ന്. പക്ഷേ ഭാവിയിലെ ഷാങ് എന്തുകൊണ്ടാണത് പറയുന്നത്? കാരണം ഭൂതകാലത്തിൽ ലൂയിസ് തന്നെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പോൾ ആദ്യമായി ഈ വിവരം സൃഷ്ടിച്ചത് ആരാണ്? ആരുമല്ല. എന്തായാലും സിനിമയിൽ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. ഒരു ഫിക്ഷൻ പോലെ കാണിച്ചു, അത്ര തന്നെ. പക്ഷേ ഇതിനെ വിശദീകരിക്കുന്ന പ്രശസ്തമായ ഒരു ഹൈപ്പോത്തസിസ് ഫിസിക്സിലുണ്ട്: ദ നോവിക്കോവ് സെൽഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ശാസ്ത്രലോകം അംഗീകരിച്ച ഒരു പ്രിൻസിപ്പിൾ ഒന്നും അല്ല ഇതെങ്കിലും ഇത്തരം പാരഡോക്സുകളെ വിശദീകരിക്കാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഭൂതകാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പാരഡോക്സുകളെ എങ്ങനെ ഒഴിവാക്കാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായാണ് ഈ പ്രിൻസിപ്പിൾ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോകാം, അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കാം, പക്ഷെ ഒന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല.
ഉദാഹരണത്തിന്, നിങ്ങൾ പാസ്റ്റിലേക്ക് പോകുന്നു, നിങ്ങളുടെ അപ്പൂപ്പനെ കൊല്ലുന്നു, അതോടെ നിങ്ങളുടെ അച്ഛൻ ജനിക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ ജനിക്കുന്നില്ല, നിങ്ങൾ ജനിച്ചിട്ടില്ലെങ്കിൽ അപ്പൂപ്പനെ ആരും കൊല്ലില്ല, സോ അപ്പൂപ്പന് മകനുണ്ടാകും, തുടർന്ന് നിങ്ങളും ഉണ്ടാകും, നിങ്ങൾ പാസ്റ്റിലേക്ക് പോകുന്നു, അപ്പൂപ്പനെ കൊല്ലുന്നു. ഇതിങ്ങനെ തുടരുന്നതാണ് ദി ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. പക്ഷേ ദി നോവിക്കോവ് സെൽഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോകാൻ കഴിഞ്ഞാലും അപ്പൂപ്പനെ കൊല്ലാൻ കഴിയില്ല എന്നാണ്. വെടിവെക്കാൻ ശ്രമിച്ചാൽ തോക്ക് വർക്കാവില്ല, വിഷം കൊടുക്കാൻ ശ്രമിച്ചാൽ അതെങ്ങനെയെങ്കിലും മറിഞ്ഞ് നിലത്ത് വീഴും. അങ്ങനെ നിങ്ങൾക്ക് ഒരു കാരണവശാലും അപ്പൂപ്പനെ കൊല്ലാൻ കഴിയില്ല. എന്നാൽ അതേസമയം 2ാം ലോക മഹായുദ്ധത്തിൽ ഒരു കുട്ടിയെ അതിസാഹസികമായി ഒരാൾ രക്ഷപ്പെടുത്തി എന്നൊരു ഹിസ്റ്ററി ബുക്കിൽ കണ്ടിട്ട് അതാരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയെന്ന് കരുതുക. കുറേ നേരം നോക്കിയിരുന്നിട്ടും കുട്ടിയെ ആരും രക്ഷിക്കാൻ വന്നില്ല. അവസാനം നിങ്ങൾ തന്നെ രക്ഷപ്പെടുത്തിയെന്നും കരുതുക. ആ ഹിസ്റ്ററി ബുക്കിൽ പറഞ്ഞ കുട്ടിയെ രക്ഷപ്പെടുത്തിയ ആൾ ആക്ച്വലി നിങ്ങളാണ്. ഇവിടെ നിങ്ങൾ ചരിത്രത്തെ മാറ്റം വരുത്തിയില്ല, പകരം നിറവേറ്റുകയേ ചെയ്തിട്ടുള്ളൂ. ഇത് ദി നോവിക്കോവ് സെൽഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളിൽ അലൗഡാണ്. ഈ ഒരു ആശയമാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ പാസ്റ്റിലെ സംഭവങ്ങളെയല്ല, പകരം ഭാവിയിലെ സംഭവങ്ങളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം. സിനിമയിൽ ജനറൽ ഷാങ്ങിൻ്റെ ഭാര്യ പറഞ്ഞ അവസാന വാക്കുകൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. പ്രേക്ഷകരും കഥാപാത്രങ്ങളെപ്പോലെ തന്നെ ഭാഷയുടെ അതിരുകൾക്കപ്പുറത്ത് നിൽക്കണം എന്നതാണ് സംവിധായകൻ്റെ ഉദ്ദേശം. പിന്നീട് തിരക്കഥാകൃത്ത് ആ വാക്കുകളുടെ ഇംഗ്ലീഷ് രൂപം വെളിപ്പെടുത്തിയിരുന്നു. ഇൻ വാർ ദെയർ ആർ നോ വിന്നേഴ്സ്, ഓൺലി വിഡോസ്. അതായത് യുദ്ധത്തിൽ വിജയികൾ ആരുമില്ല, വിധവകൾ മാത്രമേ ഉണ്ടാകൂ എന്നർത്ഥം. സിനിമയിൽ കാണിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള ഫിസിക്സ് യഥാർത്ഥമാണോ? സമയം ശരിക്കും ഇങ്ങനെ പ്രവർത്തിക്കുമോ? സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഫിസിക്സ് ആശയങ്ങൾ ശരിക്കും ഉള്ളത് തന്നെയാണ്. പക്ഷേ സിനിമ എത്തിച്ചേരുന്ന കൺക്ലൂഷൻസ് ഫിക്ഷനാണ്. ഭാവി ഇതിനോടകം നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്ന ഫിസിക്സ് സിദ്ധാന്തങ്ങളൊക്കെയുണ്ട്. പക്ഷേ അത് മനുഷ്യന് കാണാൻ കഴിയും എന്നതിന് യാതൊരു തെളിവും നിലവിൽ പറയുന്നില്ല. സിനിമയിൽ പ്രധാനമായും 2 ഫിസിക്സ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ആദ്യത്തേത് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ആണ്. ഇത് പ്രകാശം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്നത് ഏറ്റവും കുറഞ്ഞ സമയമെടുക്കുന്ന പാതയിലൂടെയാണ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ്. ഇത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് പ്രകാശത്തിന് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ പറയുക ഏറ്റവും ദൂരം കുറഞ്ഞ വഴിയാണ് എന്നായിരിക്കും. പക്ഷേ ഇതെപ്പോഴും ശരിയല്ല. പ്രകാശം തിരഞ്ഞെടുക്കുന്നത് ദൂരം കുറവായ വഴിയല്ല, പകരം സഞ്ചരിക്കാൻ കുറവ് സമയം വേണ്ട വഴിയാണ്. ആദ്യമായി കേൾക്കുമ്പോൾ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് പ്രകാശത്തിന് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം മുൻകൂട്ടി അറിയാമെന്നുള്ള രീതിയിലാണ്. അതായത് പ്രകാശം സഞ്ചരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സമയമെടുക്കുന്ന വഴിയിലൂടെയാണെങ്കിൽ പ്രകാശത്തിന് ആ വഴിയും എത്തിച്ചേരേണ്ട സ്ഥാനവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ അറിയാം എന്ന് കരുതേണ്ടി വരും. പക്ഷേ സത്യത്തിൽ പ്രകാശത്തിന് ആ വഴി അറിയില്ല. പകരം പ്രകാശം അതിന് സാധ്യമായ എല്ലാ വഴികളിലൂടെയും പോകുന്നുവെന്നും എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞ സമയം ആവശ്യമായ വഴിയിലൂടെയുള്ള യാത്ര മാത്രം സാധ്യമാവുന്നു എന്നതുമാണ് വാസ്തവം. സിനിമയിൽ പക്ഷേ പ്രകാശത്തിന് ആ വഴി നേരത്തെ അറിയാം എന്ന ഫിലോസഫിക്കലായ ആശയമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഫിക്ഷണൽ ആശയമാണ്, പക്ഷേ ഇതെടുത്തിരിക്കുന്നത് ഒരു കൃത്യമായ സയൻസ് തിയറിയിൽ നിന്നുമാണ്. സിനിമയിലെ ഹെപ്റ്റാപ്പോഡ് ബി എന്ന എഴുത്തു ഭാഷയുടെ സ്വഭാവവും ഇതുപോലെയാണ്. തുടങ്ങുമ്പോൾ തന്നെ എത്തിച്ചേരേണ്ട ആശയം എന്താണെന്ന് കൃത്യമായി അറിയാം. അതുപോലെ തന്നെ ആ ഭാഷ പഠിച്ച ലൂയിസിന് താൻ എത്തിച്ചേരുന്ന കൃത്യമായ ഭാവിയും അറിയാൻ കഴിയുന്നു. രണ്ടാമത്തെ ഫിസിക്സ് ആശയം ഐൻസ്റ്റൈൻ്റെയും മിൻകോവിസ്കിയുടെയും ബ്ലോക്ക് യൂണിവേഴ്സ് എന്ന ആശയമാണ്. ഇത് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തെയും ഹെർമൻ മിൻകോവിസ്കിയുടെ സ്പേസ് ടൈം ആശയത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യാഖ്യാനമാണ്. നിത്യേന കാണുന്നതാണ് യാഥാർത്ഥ്യമെന്നും കഴിഞ്ഞു പോയതിനെ ഭൂതകാലമെന്നും വരാനിരിക്കുന്ന നമുക്ക് യാതൊരു അറിവുമില്ലാത്തതിനെ ഭാവിയെന്നും വിളിക്കുന്ന പ്രസൻറ്റിസം എന്ന ആശയമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ പൊതുവായൊരു വർത്തമാനകാലമില്ല. അതായത് നൗ അഥവാ ഇപ്പോൾ എന്നൊരാശയമില്ല. ഇത് നിലനിൽക്കുന്നത് ഒരു പ്രവൃത്തിയെ നിരീക്ഷിക്കുന്ന വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു പ്രവൃത്തിയെ ഒരേ സമയം നിരീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് കരുതുക. ഓരോരുത്തരും ആ പ്രവൃത്തിയിൽ കാണുന്നത് വ്യത്യസ്തമായ മാറ്റങ്ങളായിരിക്കാം. ഐൻസ്റ്റീൻ്റെ ടീച്ചറായിരുന്ന ഹെർമൻ മിൻകോവ്സ്കിയാണ് സ്ഥലത്തെയും കാലത്തെയും ഒരുമിച്ച് സ്ഥലകാലം അഥവാ സ്പേസ് ടൈം എന്ന് വിളിച്ചത്. ഇത് 4 ഡയമെൻഷനുള്ള ഒരു ആശയമാണ്. ഓരോ സംഭവങ്ങളും ഈ സ്പേസ് ടൈമിലെ ഒരു പോയിൻ്റാണ്. നമ്മുടെ ജീവിതത്തിലെ ജനനം മുതൽ മരണം വരെയുള്ള അനേകായിരം സംഭവങ്ങളെയും ഈ സ്പേസ് ടൈമിൽ ഓരോ പോയിന്റുകളായി കാണാം. ഈ പോയിന്റുകളെല്ലാം ചേർത്ത് ഒരു ലൈനും വരയ്ക്കാൻ കഴിയും. ഇതാണ് വേൾഡ് ലൈൻ എന്ന് പറയുന്നത്. ബ്ലോക്ക് യൂണിവേഴ്സ് എന്ന ആശയം പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജനനം മുതൽ മരണം വരെയുള്ള സംഭവങ്ങൾ ചേർന്ന വേൾഡ് ലൈൻ ഓൾറെഡി നിലനിൽക്കുന്നു എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് ഭാവി കാണാൻ കഴിയാത്തത് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിന് ഭാവി സമയത്തെ കാണാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്.
ഇതും സയൻസ് സൊസൈറ്റി അംഗീകരിച്ച 4 ഡയമെൻഷണൽ സ്പേസ് ടൈം എന്ന ആശയത്തിൻ്റെ ഫിലോസഫിക്കൽ വശമാണ്. ഫിസിക്സ് പറയുന്നത് ഓരോ വ്യക്തിയുടെയും വേൾഡ് ലൈൻ നിലനിൽക്കുന്നു എന്നാണ്. അറൈവൽ പറയുന്നത് അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലൂയിസിനത് കാണാൻ കഴിയും എന്നാണ്. അതിന് കാരണം ലൂയിസിൻ്റെ ബുദ്ധിക്ക് തുടക്കവും അവസാനവും ഇല്ലാത്ത ഭാഷയെ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും അറിയാം എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഫിസിക്സിലെ 2 ആശയങ്ങളും ഒട്ടും ലളിതമായ ആശയങ്ങളല്ല. പൂർണ്ണമായ അർത്ഥം ഇവിടെ വിശദമാക്കിയിട്ടുമില്ല. സിനിമയ്ക്ക് വേണ്ട രീതിയിലേക്ക് വെള്ളം ചേർത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്നൊരു അപേക്ഷയുണ്ട്. അറൈവൽ സിനിമയിൽ യഥാർത്ഥത്തിൽ ടൈം ട്രാവൽ ഇല്ല. ആരും ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ യാത്ര ചെയ്യുന്നില്ല. സമയം മാറുന്നുമില്ല. മാറുന്നത് ലൂയിസിൻ്റെ കാഴ്ചപ്പാടാണ്. മറ്റുള്ളവർ ഓരോ നിമിഷങ്ങളായി അനുഭവിക്കുന്ന സമയത്തെ അവൾ ഒരേ സമയം മുഴുവനായും കാണാൻ തുടങ്ങുന്നു. ഇത് സമയയാത്രയെക്കുറിച്ചുള്ള ഒരു കഥയല്ല, സമയത്തെ കാണുന്ന രീതിയെക്കുറിച്ചുള്ള ഒരു കഥയാണ്. സിനിമയുടെ അവസാനം എന്തുകൊണ്ടാണ് ഇയാൻ ലൂയിസിനെ വിട്ടു പോകുന്നത്? ഇയാനും ലൂയിസിനും ഉണ്ടാകുന്ന കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുമെന്ന് ലൂയിസ് നേരത്തെ അറിഞ്ഞിട്ടും അത് ഒഴിവാക്കാതെ ഇയാനുമായി ജീവിക്കാൻ തീരുമാനിക്കുന്നു. കുട്ടി ഉണ്ടായതിനു ശേഷം ലൂയിസ് ഇത് ഇയാനോട് പറയുന്നു. ഇയാനെ സംബന്ധിച്ചിടത്തോളം ആ ദുഃഖം ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒന്നായിരുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇയാൻ ലൂയിസിനെയും കുട്ടിയെ ഉപേക്ഷിച്ച് പോകുന്നു. ഇതാണ് എല്ലാവരും കരുതിയിരിക്കുന്ന കാരണം. പക്ഷേ ഇത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇയാൻ ലൂയിസിനെ വിട്ടുപോകാൻ കാരണം. ഇയാൻ സമയത്തെ നമ്മളെപ്പോലെ അനുഭവിക്കുന്ന ആളാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അതാണ് സ്വാഭാവികമായ മനുഷ്യ ചിന്ത. ഇങ്ങനെ ഇയാൻ ചിന്തിക്കുന്നതിന് കാരണം ഇയാൻ്റെ ബ്രെയിൻ സമയത്തെ അങ്ങനെയാണ് കാണുന്നത്. ഭാവി അറിയില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കണം. പക്ഷേ ലൂയിസ് സമയത്തെ മറ്റൊരു രീതിയിലാണ് അനുഭവിക്കുന്നത്. അവൾക്ക് ഒരു ജീവിതം എന്നത് തുടക്കം മുതൽ അവസാനം വരെ ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു പൂർണ്ണ രൂപമാണ്. അതിൽ സന്തോഷവുമുണ്ട്, വേദനയുമുണ്ട്. അവ രണ്ടിനെയും വേർതിരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഹന്നയുടെ ചിരിയും ഹന്നയുടെ മരണവും അവൾക്ക് ഒരേ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ആ ജീവിതത്തെ ഒഴിവാക്കാൻ ലൂയിസിന് അറിയില്ല. സത്യത്തിൽ ഇയാൻ ലൂയിസിനെ വിട്ടുപോകാൻ കാരണം 2 കാഴ്ചപ്പാടുകളിലൂടെ ജീവിക്കുന്ന 2 പേർക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ്. പിന്നെ ഒരു ദുരന്തം മുൻകൂട്ടി അറിയാമെങ്കിൽ അത് തടയേണ്ടതാണോ, അല്ലെങ്കിൽ ഒരു ജീവിതം അതിലെ എല്ലാ സന്തോഷങ്ങളോടും എല്ലാ ദുഃഖങ്ങളോടും കൂടി സ്വീകരിക്കണോ എന്നത് ഫിലോസഫിയിലെയും എത്തിക്സിലെയും കൃത്യമായ ഒരു ഉത്തരമില്ലാത്ത ചോദ്യമാണ് ഇന്നും. ഇതുപോലൊരു കാര്യം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ സംഭവിക്കുമോ? ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ആ മാറ്റങ്ങൾ കൊണ്ടൊന്നും ഭാവി കാണാൻ കഴിയില്ല. ലൂയിസിനുണ്ടാകുന്ന മാറ്റം ഒരു സൂപ്പർ നാച്ചുറൽ പവർ പോലെ അല്ല സിനിമ കാണിക്കുന്നത്. അത് ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു റിയൽ ചേഞ്ച് ആയിട്ടാണ് കാണിക്കുന്നത്. ലൂയിസിനുണ്ടാകുന്ന മാറ്റം പ്രധാനമായും 2 റിയൽ സയൻസ് ആശയങ്ങളെ ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിയും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ് ആദ്യത്തേത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, പുതിയ ഭാഷകൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു പ്രത്യേക കാര്യം പരിശീലിക്കുമ്പോൾ ബ്രെയിനിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറും. ചില ഭാഗങ്ങൾ കൂടുതൽ വികസിക്കുകയും ചെയ്യും. ഇത് യഥാർത്ഥ ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. 2ാമത്തെ ആശയം പ്രെഡിക്റ്റീവ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ബയേഷ്യൻ ബ്രെയിൻ എന്നതാണ്. ഇതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഓരോ നിമിഷവും അടുത്തതായി എന്ത് സംഭവിക്കുന്നുവെന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടുന്ന ഒരു ഉപകരണമാണ്. ഉദാഹരണത്തിന്, ആരെങ്കിലും ഒരു വാചകം പറയുമ്പോൾ അടുത്ത വാക്ക് എന്തായിരിക്കുമെന്ന് നമ്മളുടെ മസ്തിഷ്കം ഇതിനോടകം തന്നെ പ്രവചിക്കാൻ തുടങ്ങും. നമ്മൾ നടക്കുമ്പോൾ അടുത്ത ചുവട് എവിടെ വയ്ക്കുമെന്ന് പോലും മസ്തിഷ്കം മുൻകൂട്ടി കണക്കാക്കുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥ ന്യൂറോ സയൻസിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരു പുസ്തകത്തിൻ്റെ അവസാന പേജ് എന്തായിരിക്കുമെന്ന് തുടക്കത്തിലേ ഊഹിക്കുന്നത് ഒരു കാര്യമാണ്. ആ അവസാന പേജ് ഇതിനോടകം വായിച്ച് കഴിഞ്ഞതുപോലെ ഓർക്കുന്നത് മറ്റൊരു കാര്യവുമാണ്. അറൈവൽ ഈ 2 ആശയങ്ങളെയും ഒന്നായി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ സംഭവിക്കാത്ത ഭാവിയിലെ യഥാർത്ഥ സംഭവങ്ങൾ നേരിട്ട് കാണാനോ ഓർക്കാനോ മനുഷ്യ മസ്തിഷ്കത്തിന് കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു ശാസ്ത്രീയ തെളിവും ഇന്നുവരെയില്ല. അറൈവൽ എന്ന സിനിമയെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ കൂടുതൽ വ്യത്യസ്ത ആശയങ്ങളോടെ വിശദീകരിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. യഥാർത്ഥ സയൻസിനെ ചുറ്റിപ്പറ്റിയുള്ള ഫിലോസഫിക്കൽ വശങ്ങളെയാണ് സിനിമ കൂടുതലും പരിഗണിച്ചിരിക്കുന്നത്. സിനിമയുടെ ക്രിയേറ്റ് ടീമിനെ പൂർണ്ണമായി ഒഴിവാക്കി സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വിശദീകരിച്ചത് മനഃപൂർവ്വമാണ്. പലപ്പോഴും സയൻസ് ഫിക്ഷൻ സിനിമകൾ ആഘോഷിക്കപ്പെടുമ്പോൾ അതിന് പിന്നിലെ യഥാർത്ഥ സയൻസിനെയും ഫിലോസഫിയെയും അന്വേഷിക്കുന്നത് നമുക്കിടയിൽ കുറവാണ്. സിനിമയുടെ കഥ പൂർണ്ണമാകുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറൈവൽ സിനിമയെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഷെയർ ചെയ്യൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.